നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന വ്യക്തിപരമായ കാര്യങ്ങളും കരിയർ മേഖലയെ സംബന്ധിച്ചും ഫിനാൻഷ്യൽ സംബന്ധിച്ചും നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും റിലേഷനെ ആണെങ്കിലും കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡിവൈൻ നൽകുന്നതാണ് ഓരോ മോർണിംഗ് ഗൈഡൻസുകളും കേട്ടോ. അപ്പം നിങ്ങളതിൽ എത്രത്തോളം കണക്റ്റഡ് ആകുന്നോ, എത്രത്തോളം വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആകുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കറൻറ്റ് സമയം, മുന്നോട്ടേക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ലൈഫിൽ വന്നു പോകുന്നു എന്നൊക്കെ നമുക്ക് ഓരോ ഗൈഡൻസിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ കറൻറ്റ് സമയം, മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് നല്ലൊരു ഗൈഡൻസ് തേടാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അഫർമേഷൻസ്, റൈറ്റ് ഹീലിംഗ്, ഇതൊക്കെ നമുക്കൊരു സ്ഥിരമായിട്ട് ഒരു ഇച്ചിരി സമയം, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് അഫർമേഷൻസും റൈറ്റ് ഹീലിങ്ങും കേട്ടോ. അതൊക്കെ വ്യക്തമായിട്ട് ചെയ്തു പോവുക. ജീവിതത്തിൽ വളരെ ശക്തമാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഡെത്ത് എനർജിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇന്നലകളിൽ വരെ ഉണ്ടായിരുന്ന പല ഇരുണ്ട അതായത് ഒരു ഡാർക്ക് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഗുണകരവുമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് മാറ്റപ്പെടുന്നുണ്ട്, എടുത്തു മാറ്റപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ശുദ്ധീകരണം നടത്തി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ മാറ്റത്തിലേക്ക്, പുതിയ ഒരു പുലരിയിലേക്ക്, അല്ലെങ്കിൽ പുതിയ ചില സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ചുവട് വയ്ക്കാൻ പറ്റുന്ന, മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഇന്ന് ചില കാര്യങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ നിങ്ങളുടെ ഒരു കാരുണ്യ പ്രവർത്തനം, നിങ്ങളുടെ ഒരു കൈത്താങ്ങ് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇന്ന് ചില വ്യക്തികൾ നിങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ആശ്രയം, നിങ്ങളുടെ ഒരു ചേർത്ത് പിടിക്കുക എന്ന ആ ഒരു ഫീലിങ്സ് ചിലർക്ക് ആവശ്യമായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളൊരു മുഖം മൂടി വെച്ചിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഒരു ദുഃഖമാവാം, ഒരു നഷ്ടമാകാം, ഒരു മുഖം മൂടി വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളത് മൂവ് ചെയ്ത് കളയുന്നു, നിങ്ങളിൽ നിന്നും അത് എടുത്തു മാറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും ഇനി മുന്നോട്ടേക്കുള്ള യാത്ര, ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ ചില തീരുമാനങ്ങൾ, പുതിയ ചില നേട്ടങ്ങളിലേക്ക്, പുതിയ ചില തുടക്കങ്ങൾ, അതായത് ഫോക്കസ് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ല ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ അധ്വാനത്തിന്, നിങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചിട്ടും അതിനൊന്നും നിങ്ങൾക്ക് ഫലം ലഭിക്കാതെ പോയെങ്കിൽ, ആക്ഷൻ എടുക്കപ്പെടാതെ പോയെങ്കിൽ, തീർച്ചയായിട്ടും ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു രാജകീയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എവിടേക്കോ ബന്ധനത്തിലായിരുന്നു, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചില ഷിപ്പുകളിലൊക്കെ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ, ഇമോഷണലി നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ ശത്രുക്കൾക്കിടയിൽ തന്നെ ജീവിച്ച്
നമുക്ക് അങ്ങനെ ഒരു നിസ്സഹായമാവുന്നൊരവസ്ഥ വരും അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ശത്രുക്കൾ, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളുമായിരിക്കും. അവരുടെ ഇടയിൽ തന്നെ നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് പോലൊരു ദുസ്സഹമായ ഒരു ലൈഫ് നമുക്ക് വേറെയില്ല. ശത്രുവാണെന്നറിഞ്ഞ് നമ്മുടെ വീഴ്ചകളിൽ സന്തോഷിക്കുന്നവരെ ആണ് എന്ന് മനസ്സിലാക്കി അവർക്കിടയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടി വരിക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഠിനമായ ഒരു പരീക്ഷണ കാലഘട്ടം. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ നിന്നാണ് പുറത്ത് കടക്കുന്നത്. ആ ശക്തമാകുന്ന ബന്ധനത്തിൽ നിന്നും, നെഗറ്റീവ് പ്രസൻസിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു വസ്ത്രം അഴിച്ചു മാറ്റി വയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നു. ആ ഒരു കഠിനമാകുന്ന സ്ട്രെസ് എനർജി, സ്ട്രഗിളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്ന, അതായത് ശരിക്കും നിങ്ങളുടെ വിജയത്തെ നിങ്ങൾക്ക് ആസ്വദിക്കാനോ, നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കാണാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഉയർച്ചകളെ അതുപോലെ തന്നെ വീഴ്ചകളാക്കി മാറ്റുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. അതായത് നമ്മളെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാം, പക്ഷേ നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അതിനെയെല്ലാം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലാക്കി കളയുന്ന ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കറൻറ്റ്ലി പുറത്ത് കടക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ റിലേഷനിലെ ബന്ധനത്തിൽ നിന്നും കുറേ ആളുകൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഒരു ബന്ധനമായിരുന്നു, നിങ്ങളെ പെടുത്തിക്കളഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇരയാക്കിപ്പെടുത്തിയ നിങ്ങളുടെ ഒരു വിധിയായിട്ട്, ഒരു മോശം സമയമായിട്ട് നമുക്ക് ആ സാഹചര്യത്തെ പറയേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങളെ മിസ്യൂസ് ചെയ്തിരുന്ന, മെറ്റീരിയലിസ്റ്റിക് ആകുന്ന, അതായത് സാമ്പത്തികമായിട്ടോ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ്, പദവി, ആരോഗ്യത്തെയൊക്കെ മിസ്യൂസ് ചെയ്തിരുന്ന ചില ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് മോചനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു ശക്തി ലഭിക്കുന്നതായിട്ട് കാണുന്നത്. ദ സൺറൈസിങ് ആണ് കേട്ടോ, സക്സസ് ആണ് പുതിയ. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പലതും നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു മെൻ്റൽ ആൻഡ് വിൽ പവർ എനർജിയും ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എപ്പോഴും യാചിച്ച് നിന്നിരുന്ന, നിങ്ങളെപ്പോഴും സഹായം ചോദിച്ച് നടന്നിരുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നും ഒരു പടി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ്, ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് സാമ്പത്തികം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. പരീക്ഷണത്തിൽ നിന്നും പുറത്ത് കടക്കുകയാണ്, പരീക്ഷണ കാലഘട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജകീയമാകുന്ന, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു എനർജിയിലേക്കാണ് മാറുന്നത്. അത് കരിയർ മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലുള്ള മറ്റ് സാഹചര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഇമോഷണലി ഒരു പുതിയ എക്സ്പീരിയൻസ് ഇന്ന് നിങ്ങൾക്കുണ്ടാവും കേട്ടോ. ഇമോഷണൽ പരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ എക്സ്പീരിയൻസ്, ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, എപ്പോഴും എല്ലായിടത്തും മാറ്റി നിർത്തപ്പെടുന്നു, എപ്പോഴും ദുഃഖം മാത്രം, അല്ലെങ്കിൽ എപ്പോഴും ഇതെന്താണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ്, ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് പെരുമാറിയാലും എനിക്ക് ലഭിക്കുന്ന നെഗറ്റീവ് ആണല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഇടങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് വലിയ മാറ്റം മനസ്സിന് ഇമോഷണലി ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നും കേട്ടോ. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് പൂർണ്ണമായും ഒരു വാല്യൂ കൊടുക്കാനായിട്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നിങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണലിയും വളരെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ മൊത്തത്തിൽ ടോട്ടലി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശത്തിൻ്റെ, പുതിയ തുടക്കത്തിൻ്റെ സിറ്റുവേഷൻസും വരുന്നുണ്ട് കേട്ടോ. ദ ടവർ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചിലതൊക്കെ എടുത്തു കളയുന്നുണ്ട്. അതായത് വലിയൊരു വീഴ്ച പോലെയാണ് നമുക്കവിടെ കാണുന്നത്. ഇമോഷണലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇമോഷണൽ, അതായത് വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാത്ത ചില എനർജികൾ, ഒരിക്കലും നിങ്ങൾക്കത് ശാശ്വതമായി സ്ഥിരതയോടുകൂടി കൊണ്ടുപോകാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയുന്നതായിട്ടാണ് കാണുന്നത്. ടവർ എനർജിയാണ്. ചില
അബദ്ധമാകുന്ന വീഴ്ചകൾ വരും. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ചില എനർജികളെ നിങ്ങൾ മുറുക്ക പിടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ നിങ്ങൾ ഇമോഷണലി അഡ്ജസ്റ്റ് ചെയ്യാൻ, അത് സിറ്റുവേഷൻസിനെ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കണം, ലൈഫ് ലോങ് എത്തിക്കണം, അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളെക്കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എടുത്ത് കളയുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക്, ഒരുപക്ഷെ ജോലിയിൽ നിന്നായിരിക്കാം നിങ്ങൾ പുറത്തു പോകേണ്ടി വരുന്നത്, ചില വ്യക്തിബന്ധങ്ങളിൽ നിന്നാവാം പുറത്തു പോകേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് പറിച്ച് നടേണ്ടി വരുന്ന, മാറിപ്പോകേണ്ടി വരുന്ന, ഒരു താമസമാണെങ്കിൽ പോലും മാറ്റേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആവാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചിങ് വരുന്നത്. പക്ഷേ അത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ലൈഫിലൊരു അബണ്ടൻസ് ആണ്. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നല്ല മാറ്റമാണ് വരുന്നത്. എന്താണോ നിങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അത് നിങ്ങൾക്കുള്ളതോ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതോ ആയ കാര്യമല്ല. അതിന് പകരം ബദലായിട്ട് നിങ്ങൾക്ക് അർഹതയുള്ളതും സമാധാനവും സ്വസ്ഥവുമാകുന്നൊരു സിറ്റുവേഷൻസ് വന്ന് ചേരുമെന്നുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഡിലേ കാണിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾ വല്ല യാത്രയ്ക്കായിട്ടൊക്കെ നിൽക്കുന്നു, എല്ലാം റെഡിയായി വന്ന കാര്യത്തിനൊരു ഡിലേ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു റോങ് ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും എളുപ്പമാർഗത്തിലൂടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു നിരാശയുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു യാത്രാ തടസ്സത്തെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര സംബന്ധമായ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റോങ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ചതിക്കപ്പെടാനും സാമ്പത്തികം നഷ്ടപ്പെടാനുമുള്ള ഇട വരുത്തരുത്. കാരണം മൂൺ എനർജി വന്ന് നിൽക്കുകയാണ്, തടസ്സം കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ പ്രഷ്യസ് ആയിട്ട് ചിന്തിച്ച് വളരെ പെട്ടെന്ന് എടുത്തൊരു ആക്ഷനാണ്. അതൊരു റോങ് ഫീലിങ്സ് ആണ് കാണുന്നത്. അപ്പം ഫിനാൻഷ്യൽ സംബന്ധമാകുന്നത് കൊണ്ട് കൊടുക്കുന്ന പരിപാടി നിർത്തുക, ആലോചിച്ച് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും എടുത്ത് ചാടി യെസ് പറയുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഒരു റോങ് സിറ്റുവേഷൻസിൽ കുറച്ച് ആളുകൾ ഇന്ന് കുടുങ്ങാൻ സാധ്യതയുണ്ട്. അത് നിരാശയ്ക്കുള്ളൊരു വഴി വരുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിടേതാകുന്ന വാക്കിനൊക്കെ ഒരു വാല്യൂ, നിങ്ങളെ കേൾക്കാൻ മനസ്സുള്ള കുറച്ച് ആളുകളോടൊത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായ ചില കാര്യങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ ഇന്നത് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സെലിബ്രേഷനും ഒരു റീയൂണിയനായിട്ട്, അതായത് വിട്ട് നിന്നിരുന്ന ചില വ്യക്തികൾ ക്ലാരിറ്റി, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു പൊരുത്തപ്പെടുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഒരു ഗ്രോത്തൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഡിസിഷൻ എനർജി കാണുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. മനസ്സിനകത്തൊരു കൺഫ്യൂഷൻ, ആക്ഷൻ എടുക്കാനുള്ളൊരു മടി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് ഒരിക്കൽ ഫൈറ്റിംഗ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് ഉപേക്ഷിച്ച ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്കുള്ളിലൊരു ഭയം വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് അന്നത് നിങ്ങൾക്ക് മുന്നിൽ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അന്നത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ സ്ട്രെസ് എടുത്ത, നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഗുണമില്ലാതെ പോയ ഒരു കാര്യമാണ് എങ്കിൽ ഇപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് നിങ്ങൾക്കതിനെ എത്രത്തോളം പവർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ
അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് കേട്ടോ. അത് നിങ്ങൾക്കായിട്ട് വിട്ട് തന്നിരിക്കുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു പ്രയോറിറ്റി, മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഏതെങ്കിലും ഒരു അവസരം കരിയർ മേഖലേനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചോ എന്തെങ്കിലും ഒരു അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുവെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാതെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാതെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വന്ന ഒരു കാര്യം വീണ്ടും നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യുമ്പം അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു നിലപാടനുസരിച്ച്, നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പവർ അനുസരിച്ച് നിങ്ങൾ അതിന് തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. 2 പ്രയോറിറ്റി എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതാണോ നിങ്ങൾക്ക് ഒരു മുന്നോട്ടേക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നത്, നിങ്ങൾക്കതിൽ നിന്ന് നേട്ടം ലഭിക്കുന്നത്, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി തീരുമാനമെടുക്കാനാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. ഇമോഷണലി ഒക്കെ കുറച്ച് നല്ല രീതിയിലേക്ക് മാറണം കേട്ടോ. ടോക്സിക് സിറ്റുവേഷൻസൊക്കെ അതിനെ ഹോൾഡ് ചെയ്യാതെ, ടോക്സിക് ആകുന്ന, അതായത് നിങ്ങളെ ബ്ലോക്ക് ആക്കുന്ന ചില ചിന്തകളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കണം. അത് സാമ്പത്തികപരമാകുന്ന ചില ബ്ലോക്കേജുകൾ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കാണേണ്ട ഒരു കാര്യം, അതൊക്കെ വിട്ട് കളയണം കേട്ടോ. ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫിലെ ചില കർമ്മകൾ അവസാനിപ്പിക്കുന്നതാണ്. ചില ഇടങ്ങളിൽ നമ്മൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നത്, പെയിൻഫുള്ളാകുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതൊക്കെ ഒരു പക്ഷേ പൂർവജന്മ കർമ്മ അല്ലെങ്കിൽ മുൻകാല കർമ്മ, പൂർവിക കർമ്മ, ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് മാത്രം ചിന്തിക്കുക. ഞാനിതിപ്പോൾ ഈ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്, ഞാനത് അനുഭവിച്ച് ഞാനത് പൂർത്തീകരിച്ച് പുറത്ത് കടക്കുന്നു. കാരണം അതിന് പെട്ടെന്ന് നമ്മളൊരു റെമഡി കണ്ടെത്തിയാൽ വീണ്ടും വേറെ രീതിയിൽ ആ കർമ്മ നമ്മളെ പിടികൂടും. അതേസമയം നമ്മൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അതിനെ വളരെയധികം മാനേജ് ചെയ്ത് ആ സ്ട്രഗിൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിന് നമുക്ക് വീണു പോകാതെ, തകർന്നു പോകാത്ത വിധം പിടിച്ച് നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ ആ ഒരു കർമ്മ ഹീലിംഗ് അവിടെ സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സക്സസ് ആകുന്ന, വളരെയധികം സന്തോഷകരമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് മാറാനും സാധിക്കും. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറണം. അതായത് എല്ലാത്തിനെയും നിങ്ങൾ ഒരേപോലെ കാണാനും സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനുമുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് മാറണം. ഈഗോ എനർജി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന എടുത്തുചാട്ടം, മുൻകോപം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ ജഡ്ജ്മെൻറ്റിങ് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ വളരെ ലളിതകരമാകുന്ന, ശാന്തമാകുന്ന, സമാധാനപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുക എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അബണ്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ കറൻ്റ്ലി നിങ്ങൾക്ക് വരാൻ പോകുന്നതിന്, മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്. അതായത് വളരെ പ്രഷ്യസ് ആകുന്ന, മറ്റുള്ളവർ അസൂയോടുകൂടി നിങ്ങളെ നോക്കി നിൽക്കാൻ പറ്റുന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതായത് മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഒരു ജസ്റ്റിസിന്, ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് നിങ്ങളിപ്പം. നിങ്ങളോട് മത്സരിക്കാനും നിങ്ങളെ തകർക്കാനും പല രൂപത്തിൽ പല വ്യക്തികളുടെ, പല സാഹചര്യങ്ങളുടെ സിറ്റുവേഷൻസുകൾ വരും. അവിടെയെല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പിടിച്ചു നിൽക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സറണ്ടർ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ കുറച്ച് ആളുകൾ കുറച്ചൊന്ന് സ്ട്രോങ് ആവാനുണ്ട്, ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദൈവീകപരമാകുന്ന മെഡിറ്റേഷൻസ്, പ്രാർത്ഥന, ഏതെങ്കിലും ഗുരുവിൻ്റെ ഒരു പ്രസൻസിൽ കുറച്ച് മോട്ടിവേഷനൊക്കെ കേൾക്കുക, ഇതൊക്കെ നല്ലൊരു സമയമാണ് കേട്ടോ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഒരു ലാസ്റ്റ് ടൈമിലേക്കൊക്കെ ഇന്നത്തെ ദിവസം ചെന്നെത്തുമ്പം ഒരു സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന, ഒരു നിസ്സഹായത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്വയം കുറ്റപ്പെടുത്തുന്ന
പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന, മറ്റുള്ളവരെ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ നമുക്ക് ലഭിക്കുന്ന ചീറ്റിങ് നമ്മളെ സ്വയം നമ്മൾ സ്റ്റക്കാക്കി കളയുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു എനർജി കാണുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് എസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ മാറ്റമാണ്, അതായത് പുതിയൊരു സിറ്റുവേഷൻസിലേക്ക്, പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു തുടക്കത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് അനുകൂലമായ സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. കരിയറായിട്ടാണേലും സാമ്പത്തികമായിട്ടാണേലും വ്യക്തിബന്ധങ്ങളാണെങ്കിലും അടഞ്ഞുപോയ ചില വാതിലുകളൊക്കെ നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് ടൈം, ക്രൗൺ ചക്ര ചേഞ്ചിങ് ആണ്. നിങ്ങളുടെ വിധി മാറുന്നു എന്നാണ് കാണുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് സ്വീകരിക്കാൻ പാടുള്ളൂ കേട്ടോ. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു പക്ഷേ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാവാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോട് ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുക, നിങ്ങൾക്കത് സാധ്യമാണ്, ഞാനത് നേടിയെടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരിക എന്നാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് തകർച്ചകൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ വരും. അപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതോ നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതോ ആയ ഒരു കാര്യത്തെയും ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. ഒന്നും നഷ്ടപ്പെടുന്നത് മറ്റൊന്നിന് വന്നു ചേരാനാണ്. അതറിയോ, ഒന്ന് ചീഞ്ഞാലാണ് മറ്റൊന്നിന് വളമാകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ 100% ഉറപ്പിച്ചുകൊള്ളൂ. ആ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് അതിനേക്കാൾ പ്രഷ്യസായ, നിങ്ങൾക്ക് അർഹതയുള്ള മറ്റൊന്ന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്ന, നിങ്ങൾക്ക് വേദന മാത്രം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പ്രപഞ്ചശക്തി എടുത്തു മാറ്റിക്കളയുന്നത് കേട്ടോ. മനസ്സിലൊരു കാര്യം ചിന്തിച്ച് നമുക്കതിനകത്ത് എന്താ മറുപടി തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് കേട്ടോ. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗുണമാണ്, നല്ലതാണ്. അത് ഏത് അവസ്ഥയിലാണ് നിങ്ങളിലേക്ക് കിട്ടുന്നതെങ്കിലും നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല, നെഗറ്റീവായിട്ടാണ് ആ സാഹചര്യം വരുന്നതെങ്കിലും അതും നിങ്ങൾക്ക് ബാലൻസാണ്, ഗുണകരമാണ്. പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിലും അതും നിങ്ങൾക്ക് ഗുണകരമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണോ ഇപ്പോൾ കറൻറ്റ്ലി മനസ്സിൽ ചിന്തിച്ചത് അത് നിങ്ങൾക്ക് എസ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കേട്ടോ.